ഗുഡ് മോർണിംഗ് ആൾ. ബഹുമാനപ്പെട്ട കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ സജൻ വർഗീസ്, BCCI ജോയിന്റ് സെക്രട്ടറി ശ്രീ ജയേഷ് ജോർജ്, പ്രിയപ്പെട്ട ഭാരവാഹികളെ, ജില്ലാ സെക്രട്ടറിമാരെ, മെമ്പർമാരെ, COVID-19 നമുക്ക് ഓരോ അനുഭവങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ക്രിക്കറ്റ് ആക്ടിവിറ്റീസ് താൽക്കാലികമായിട്ടാണെങ്കിലും നമുക്ക് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിൽ നിൽക്കുന്നത്. ഈ കിട്ടുന്ന സമയം നമ്മൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചത്. ആദ്യപടിയായി നമ്മൾ അമ്പയറിംഗ് ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുകയും അത് നല്ല മികച്ച പ്രതികരണം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സുകൾ ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. കൂടാതെ വളരെ പ്രഗത്ഭരായ അനന്തപത്മനാഭനെ കണക്കുള്ള അല്ലെ ബിജു ജോർജിനെ കണക്കുള്ള പ്രഗത്ഭരുടെ സേവനം നമുക്ക് ലഭിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി നമ്മൾ ഈ അവസരത്തിൽ കാണണം. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഓൺലൈൻ ക്ലാസ്സുകളുടെ നേതൃത്വം നൽകാനായി പ്രവർത്തിച്ച ശ്രീ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ രജിത് രാജേന്ദ്രൻ, അതുപോലെ എസ് രമേശ്, ടിനു യോഹന്നാൻ, ഇവർക്കെല്ലാം തന്നെ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഔദ്യോഗികമായി ഈ ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സുകൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. താങ്ക് യു. ഞാൻ ബിജു ജോർജ്. നമ്മൾ ഫീൽഡിങ്ങിനെ കുറിച്ചുള്ള ഒരു പ്രസന്റേഷനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതുവരെ ചെയ്ത NCAയുടെ നോട്ടും BCCയുടെ നോട്ടിനൊക്കെ വ്യത്യാസമായി ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൂടെ എന്താണ് ഒരു ഫീൽഡിംഗ് സെഷൻ ആണെങ്കിൽ എങ്ങനെയാണ് ഒരു ഫീൽഡിങ്ങിന്റെ സ്കിൽ എങ്ങനെയാണ് ബിൽഡ് ചെയ്യണത്, അതെല്ലാം എന്ത് ചെയ്യാന്നുള്ള ഉദ്ദേശം മാത്രം ചെയ്യുന്ന ഒരു സെഷനാണിത്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ലെവലിലോ നോട്ടുമായിട്ടോ ചിലപ്പം അതുമായിട്ട് ഇതുമായിട്ട് വൈരുദ്ധ്യം കാണും, വ്യത്യാസം കാണും. പക്ഷെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ എങ്ങനെയാണ് ഞാനെന്നൊരു ഫീൽഡിംഗ് കോച്ച് എങ്ങനെയാണ് ഒരു സെഷനെ അല്ലെ ഒരു ഫീൽഡറിനെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാന്നുള്ളത് ബേസ് ചെയ്തിട്ടാണല്ലോ. ഇത് കോച്ചിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്നാണ്, പ്ലെയറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലേ അല്ല. ഇതാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഈ വക ടീമുകളുടെ കൂടാണ്. ഇതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടാണ് ഞാൻ ഈ പ്രസന്റേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ലോർഡ്സിലെ വേൾഡ് കപ്പിന് മുമ്പുള്ള ഒരു ഫീൽഡിംഗ് സെഷന്റെ ഒരു പാർട്ടാണ് പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഫീൽഡിംഗ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്? ഫീൽഡിങ് ഇന്നത്തെ കാലത്ത് ഫീൽഡിങ്ങിന് കുറച്ചുകൂടെ പ്രാമുഖ്യം കിട്ടിയിട്ടുണ്ട്. T20 വൺ ഡേ ക്രിക്കറ്റ് വന്ന ശേഷം ഫീൽഡിങ് അല്ലെങ്കിൽ ഫീൽഡേഴ്സിലുള്ള ഒരു കുറവ് ഒരുപാട് എക്സ്പോസ്ഡ് ആണ്. ഫീൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഡയറക്റ്റ് കോറിലേഷൻ ഉണ്ട് ടെക്നിക്കുമായിട്ട്. നമ്മൾ എത്ര ഫിറ്റാണ്, നമ്മുടെ ടെക്നിക്ക്, ത്രോയിങ് ടെക്നിക്കാണോ, നമ്മുടെ ഇന്റർസെപ്ഷൻ ടെക്നിക്കാണോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിയേറ്റിംഗ് ദ റൈറ്റ് ആംഗിൾസ് ഫോർ ദ ത്രോ, ജഡ്ജിങ് ദ ട്രാജക്ടറി ആൻഡ് സ്പീഡ് ഓഫ് ദ ബോൾ, ആ ബോളിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫീൽഡിങ്ങിന്റെ ആസ്പെക്ട്സ് നമ്മൾ പൊതുവെ 4ആയിട്ട് നമുക്ക് തിരിക്കാം. അത് ക്യാച്ചിങ്, സ്റ്റോപ്പിങ്, ത്രോയിങ്, ഗെറ്റിംഗ് ഇൻ ടു പൊസിഷൻ. ഗെറ്റിംഗ് ഇൻ ടു പൊസിഷൻസ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബോളിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ബോൾ നമ്മൾ ഡൈവ് ചെയ്താണോ സ്റ്റോപ്പ് ചെയ്യണത്, റോൾ ചെയ്താണോ, സ്ലൈഡ് ചെയ്താണോ, അതാണ് ഉദ്ദേശിച്ചത്. ക്യാച്ചിങ്, ഇത് ഞാൻ കോച്ചസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. നമ്മൾ ക്യാച്ചിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ക്യാച്ചസ് ആയിരിക്കും? ഹൈ ക്യാച്ചിൽ തന്നെ ഏതൊക്കെ വേരിയേഷൻസ് ഉണ്ടാവും? ഹൈ ക്യാച്ച് ഒരു മിഡ് ഓഫിൽ കൊടുക്കുന്ന ഹൈ ക്യാച്ച് ആയിരിക്കില്ല നമ്മൾ ലൈനിൽ ഫീൽഡ് ചെയ്യുന്ന ഒരു ഫീൽഡറിന് കൊടുക്കുന്ന ഹൈ ക്യാച്ച്. അല്ലെങ്കിൽ കവറിലെ ഹൈ ക്യാച്ച് ഡിഫറെന്റ് ആയിരിക്കും, സ്ക്വയർ ലെഗിലെ ഹൈ ക്യാച്ച് ഡിഫറെന്റ് ആയിരിക്കും. ലോ ആയിട്ടുള്ള ക്യാച്ചസ്, ഡിപ്പ് ചെയ്യണ ക്യാച്ചസ്, ഫ്ലാറ്റ് ആയിട്ടുള്ള ക്യാച്ചസ്,
റണ്ണിങ് ബാക്ക്, റണ്ണിങ് സൈഡ് വേസ്, റണ്ണിങ് ഫോർവേഡ്, സെർവ് ചെയ്യുന്ന ക്യാച്ചസ്, അതായത് പൊസിഷൻ വൈസ് ഞാൻ ഉദ്ദേശിച്ചത് കവറിലുള്ള ക്യാച്ചസ്, മിഡ് വിക്കറ്റിലുള്ള ക്യാച്ചസ്, മിഡ് ഓഫിലുള്ള ക്യാച്ചസ്, മിഡ് ഓണിലുള്ള ക്യാച്ചസ്, സ്ലിപ്പിലേക്ക്, ഷോട്ടിലേക്ക്, ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. ഇതെല്ലാം കോച്ചായിട്ടുള്ള ഒരു വ്യക്തി ഈ പൊസിഷനിലുള്ള ഫീൽഡറിന് വേണ്ടി ട്രെയിൻ ചെയ്യുമ്പോൾ സ്പെസിഫിക് ആയിട്ട് തന്നെ ചെയ്തിട്ട് ഇതുകൊണ്ട് കാര്യമുള്ളൂ. പിന്നെ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് എ കോച്ച് ദാറ്റ് യു ഗീവ് ദ ക്യാച്ചസ് ഇൻ ട്രെയിനിങ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ പ്ലെയർ ഇസ് പുഷ് ടു റീച്ച് ഫർദർ ദാൻ ഈ നോർമലി ഡസ്. അതായത് അതിൻ്റെ കംഫർട്ട് സോണിന്റെ വെളിയിൽ നമ്മൾ ഫീൽഡിംഗ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഫീൽഡർ ഇമ്പ്രൂവ് ആവുകയുള്ളൂ. ഈസി ആയിട്ട് റീച്ച് ചെയ്യുന്ന ഒരു ക്യാച്ച് കൊണ്ടോ ഈസി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ബോൾ കൊണ്ടോ ഒരു പ്രയോജനമുള്ളതായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. അതേസമയം നമ്മൾ ഫീൽഡിംഗ് ചെയ്യുന്ന സമയത്ത് സെഷനിൽ 2 ക്യാച്ച് ഡ്രോപ്പ് ആയി, ഓക്കെ, ഒരു കുഴപ്പമില്ല. പക്ഷേ അവന്റെ ഈസി ആയിട്ടുള്ള ക്യാച്ച് അല്ല, അവന് ഹാർഡായിട്ട് അവന്റെ റീച്ചിന്റെ വെളിയിലുള്ള ക്യാച്ചിനാണ് അവൻ ട്രൈ ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. സ്റ്റോപ്പിംഗ്, ബോൾ എങ്ങനെയൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം മാച്ചിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കൈ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നു, ഡബിൾ ഹാൻഡ് സ്റ്റോപ്പിംഗ്, ഓൺ ദ റൺ, ഓർത്തഡോക്സ് ആയിട്ടുള്ള സ്റ്റോപ്പ്, ലോങ് ബാരിയർ. ഈ പ്രാക്ടീസ് സെഷൻസിൽ ഈ സ്റ്റോപ്പിംഗ് ടെക്നിക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാച്ചിൽ എന്ത് ഇന്റൻസിറ്റിയിലാണ് ബോൾ വരുന്നത് അതേ ഇന്റൻസിറ്റി തന്നെ ബോൾ നമ്മൾ ഫീൽഡറിന്റെ അടുത്തേക്ക് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഫീഡ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കവറിലാണ് എങ്ങനെയായിരിക്കും ബോൾ വരുന്നത്, ഒരു സ്ക്വയർ ലെഗിലാണ് എങ്ങനെയായിരിക്കും, ഒരു ഫൈൻ ലെഗിലാണ് എങ്ങനെയായിരിക്കും, അതേ ഇന്റൻസിറ്റി തന്നെ നമ്മൾ റിപ്ലിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഫീൽഡിംഗ് സെഷൻ കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. കോച്ചിനെ സംബന്ധിച്ചോളം കറക്റ്റ് ആംഗിൾസ് റിപ്ലിക്കേറ്റ് ചെയ്യാന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? തേർഡ് ലൈൻ, ദ കോച്ച് ക്രിയേറ്റ് കറക്റ്റ് ആംഗിൾ വിച്ച് വിൽ റിപ്ലിക്കേറ്റ് എ ബാറ്റ്സ്മാൻ ഹിറ്റിംഗ് ദ ബോൾ ഇൻ എ മാച്ച് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് കവറിൽ നിൽക്കുന്ന ഒരു ഫീൽഡർ ഒരു ബാറ്റ്സ്മാൻ ഏത് ആംഗിളിലാണ് ബോൾ വരുന്നത്. പക്ഷെ നമ്മുടെ ഫീൽഡിംഗ് സെഷൻസ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? പണ്ട് കണ്ടുവരുന്നത് നമ്മൾ നേരെ ഫ്രണ്ടിൽ നിൽക്കുന്നു, നേരെ അടിച്ചു കൊടുക്കും. ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നേരെ ഏതെങ്കിലും നിങ്ങൾ ഒരു ക്രിക്കറ്റ് ഫീൽഡിൽ ഏത് ബോളാണ് നേരെ വരുന്നത്? 2 വ്യക്തികൾക്ക് മാത്രമാണ് ബോൾ സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നത്. ഒന്നുകിൽ വിക്കറ്റ് കീപ്പറിനായിരിക്കും, അല്ലെങ്കിൽ ബൗളറിന് വരുന്ന റിട്ടേൺ ക്യാച്ച് ആയിരിക്കും. അപ്പൊ നമ്മൾ ആ ആംഗിൾസ് പക്ക ഫീൽഡിംഗ് സെഷനിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ സ്ലൈഡിലുണ്ടായത് നമ്മൾ ഗെറ്റിംഗ് ഇൻ ടു പൊസിഷൻ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിൽ എന്താണ് ഉദ്ദേശിച്ചത്? നമ്മൾ സ്ലൈഡ് ചെയ്യുക, റോൾ ചെയ്യുക, ഡൈവ് ചെയ്യുക എന്നുള്ളത് ഈ ടെക്നിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ഫീൽഡിംഗ് സ്കിൽസിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫീൽഡർ ഒരു പക്ക അത്ലറ്റ് ആയിരിക്കണം, ഒരു ജിംനസ്റ്റ് ആയിരിക്കണം. അവനെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ട്രെയിൻ ചെയ്താൽ മാത്രമേ, പ്രാക്ടീസിൽ ട്രെയിൻ ചെയ്താൽ മാത്രമേ മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അത് എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? അന്ന് കോച്ച് കറക്റ്റ് ടെക്നിക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം, ടെക്നിക്ക് പെർഫെക്റ്റ് ആയിരിക്കണം, ട്രെയിൻ ചെയ്യുന്ന ഏരിയ ഒരു രീതിയിലുള്ള കുഴിയോ ഇതോ ഉള്ള ഏരിയ ആയിരിക്കില്ല. നമുക്ക് മഴയാണെങ്കിൽ കുഴപ്പമില്ല, സ്ലഷി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാക്സിമം സ്ലൈഡിങ് ടെക്നിക്കും ഡൈവിംഗ് ടെക്നിക്കും റോളിംഗ് ടെക്നിക്കും പ്രാക്ടീസ് ചെയ്യാം. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? റിവേഴ്സ് ചെയിനിങ് ആണോ, പാട്ടാണോ, ഓൾ പാർട്ട് ഓൾ ആണോ, ഏത് രീതിയിൽ നിങ്ങൾ ട്രെയിൻ ചെയ്യാലും അതിലൊരു വ്യത്യാസവും ഇല്ല. പക്ഷെ പെർഫെക്റ്റ് ടെക്നിക്ക് പഠിപ്പിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സംസാരിക്കുന്നത് കുറച്ച് എന്താ, നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കി ആദ്യം. അക്കോർഡിംഗ് ടു മീ, എവറി ഫീൽഡർ ഹാസ് an area around him which is dynamic. Any ball hit in the area is caught with comfort. This can be termed as his catching radius. ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച് ഒരു ഫീൽഡർ നിൽക്കുന്ന സ്ഥലത്ത് പൊസിഷനിൽ നിന്ന് അവന്റെ 2 കൈയും കൊണ്ട് റീച്ച് ചെയ്ത് ഒരു സ്ട്രെയിനും ഇല്ലാതെ റീച്ച് ചെയ്യുന്ന ബോൾ, അത് അവന്റെ ക്യാച്ചിങ് റേഡിയസ് ആണ്. ആ ഒരു സർക്കിളിന്റെ വെളിയിൽ ഈ ബോൾ ഈസി ആയിട്ട് അവൻ സ്റ്റോപ്പ് ചെയ്യുന്ന റേഡിയസ് ഉണ്ട്, അത് അവന്റെ സ്റ്റോപ്പിംഗ് റേഡിയസ് ആണ്. ഇത് 2 കോൺസെൻട്രിക് സർക്കിൾസ് ആണ്, ഡൈനാമിക് ആണ്. ഞാൻ എക്സ് എന്നുള്ള പൊസിഷനിൽ നിന്ന് വൈ പോയി കഴിഞ്ഞാൽ ഇറ്റ് കംസ് ദെയർ. ഈ നമ്മുടെ കോച്ചിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാച്ചിങ് റേഡിയസും സ്റ്റോപ്പിംഗ് റേഡിയസും എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അവൻ കവർ ചെയ്യണ ഏരിയ കൂടുതലായിരിക്കും. ഇതുകൊണ്ട് ഫീൽഡിങ്ങിനുള്ള എഫിഷ്യൻസി നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്ന സ്ലൈഡിൽ വരുന്ന ഗ്രാഫില് ഇത് ചുമന്ന സർക്കിൾ ആയിട്ടുള്ള അത് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫീൽഡറിന്റെ ക്യാച്ചിങ് സർക്കിളാണ്. ഈ ഏരിയയിൽ വരുന്ന എല്ലാ ബോളും ഈസി ആയിട്ട് പിടിക്കുന്നു. ഈ ബ്ലൂ സർക്കിൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന സ്റ്റോപ്പിംഗ് സർക്കിളാണ്, അതിൽ അവന് ഈസി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നു. ഇത് നമ്മൾ എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും? സർക്കിളിന്റെ റേഡിയസ് എങ്ങനെ? അപ്പോൾ ഒരു ഫീൽഡറിന്റെ എഫിഷ്യൻസി കൂടും.
അത് പ്രോപ്പർ ട്രെയിനിങ്, അവന്റെ ഫിറ്റ്നസ്സും ഉണ്ട്, അവന്റെ അജിലിറ്റി വർക്കും ഉണ്ട്. യു ക്യാൻ ഇംപ്രൂവ് ദ catching and fielding radius. ഫീൽഡ് സെറ്റിംഗിന്റെ തിയറി, ഞാൻ ഒരു ഫീൽഡിംഗ് കോച്ചിന്റെ കാഴ്ചപ്പാടിൽ, the objective of setting the ideal field is to make sure that the players with the biggest stopping radius is stationed at field position with higher traffic. ഹയർ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നാളെ ഒരു മാച്ച് ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ മാച്ച് ഡിസ്കസ് ചെയ്യും അല്ലെ, ഇന്ന് ടീം മീറ്റിംഗ് ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഫീൽഡ്, നമ്മുടെ ഉദ്ദേശം നമ്മുടെ ബൗളിംഗ് അറ്റാക്ക്, നമ്മുടെ ഫാസ്റ്റ് ബോളേഴ്സ് തന്നെ അറിയണ ജസ്റ്റ് ഷോട്ട് ഓഫ് ലെങ്ത് ആണ് ഉദ്ദേശിച്ചിരിക്കണമെങ്കിൽ, ഓൺ ആൻഡ് ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് ആണെങ്കിൽ ഈ പർട്ടിക്കുലർ ബാറ്റ്സ്മാൻ കളിക്കുന്നത് ഒരുപാട് കട്ട് ഷോട്ട് ആണ്, അല്ലെങ്കിൽ ബാക്ക് ഫുട്ടി കവർ പോയിന്റ് ഏരിയയിൽ ആണ് കളിക്കുന്നതെങ്കിൽ നമ്മുടെ ബെറ്റർ ഫീൽഡേഴ്സ് കവർ പോയിന്റ് ഏരിയസ് നമ്മൾ ഫീൽഡ് ചെയ്യും. അപ്പൊ അതാണ് ഹൈ ട്രാഫിക് എന്നത്. കൂടുതൽ ബോൾ വരുന്ന ഏരിയ നമ്മൾ വി ടേം ഇറ്റ് ആസ് ഏരിയ വിത്ത് ഹൈ ട്രാഫിക്. അപ്പൊ ബിഗർ ആയിട്ടുള്ള ക്യാച്ചിങ്ങും സ്റ്റോപ്പിങ്ങും സർപ്പുള്ള ഫീൽഡേഴ്സിനെ നമ്മൾ അവിടെ കൊണ്ടുവരാൻ നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദേ ഹാവ് മോർ ചാൻസ് ഓഫ് സ്റ്റോപ്പിംഗ് ദ ബോൾ ആൻഡ് മോർ ചാൻസ് ഓഫ് ക്യാച്ചിങ് ദ ബോൾ. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ്, യു ഷുഡ് എയിം ടു ട്രെയിൻ ദ ഫീൽഡേഴ്സ് പൊസിഷൻസ്. ഇന്നിപ്പോ ടോട്ടൽ ഫുട്ബോൾ പോലെ ടോട്ടൽ ക്രിക്കറ്റ് ആണ്, എല്ലായിടത്തും ഫീൽഡ് ചെയ്യണം. ഇതിന്റെ ഇടയിൽ ഞാൻ എഴുതാത്തൊരു കാര്യം, T20യിലും 1 ഡേയിലും നമ്മൾ ഫീൽഡ് സെറ്റ് ചെയ്യുന്ന വ്യത്യാസം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, T20 വരുമ്പോൾ നമ്മൾ സ്ലോ ആയിട്ടുള്ള ഫീൽഡേഴ്സിനെ സർക്കിളിന്റെ അകത്ത് കൊണ്ടുവരും. ഡേയ്സ് മാച്ചിൽ അങ്ങനെ ആയിരിക്കില്ല, കുറച്ച് ക്ലോസിൽ ബെറ്റർ ഫീൽഡേഴ്സ് ആയിരിക്കും. കുറച്ച് മൊബൈലായിട്ടുള്ള കുറച്ച് സ്പീഡ് കൂടുതലുള്ള ഫീൽഡേഴ്സ് T20യിൽ വെളിയിലാണ് ഫീൽഡ് ചെയ്യുന്നത്, ഏരിയസ് കവർ ചെയ്യാൻ വേണ്ടി. നമ്മൾ ഫീൽഡേഴ്സിനെ ഓരോരോ പൊസിഷനിലായിട്ട് നമ്മൾ പെർഫെക്റ്റ് ട്രെയിൻ, കവറിലുള്ള ഫീൽഡറിന്റെ ട്രെയിനിങ് റുട്ടീൻ ഡിഫറെന്റ് ആണ്, പോയിന്റിലെ ഫീൽഡറുടെ ട്രെയിനിങ് റുട്ടീൻ ഡിഫറെന്റ് ആണ്, മിഡ് ഓൺ ഡിഫറെന്റ് ആണ്, സ്ലിപ്സിൽ ഡിഫറെന്റ് ആണ്, ഷോർട്ട് ലെഗിൽ ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ വിസിബിൾ ആണല്ലോ, വിസിബിൾ ആണ്. ഞാൻ ചാറ്റ് നോക്കിക്കൊണ്ടിരിക്കുക, ആരെങ്കിലും വല്ലതും പറയുന്നുണ്ടോ? ഓക്കെ, അടുത്ത തുടങ്ങിക്കോ. റൈറ്റ്. ഇതില് ഫീൽഡ് സെറ്റിംഗിന്റെ തിയറി എന്താണെന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഫീൽഡ് സെറ്റ് ചെയ്യണം. Ideal field is to make sure that the players with the biggest stopping radius are stationed at field position with higher traffic. അതായത് ഹയർ ട്രാഫിക് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോബിലിറ്റി ബോൾ കൂടുതൽ വരാൻ ചാൻസ് ഉള്ള സ്ഥലം ഏതാണ്, അത് നമ്മുടെ ബൗളേഴ്സിന്റെ അറ്റാക്ക്, മറ്റേ ഓപ്പോസിറ്റ് ടീമിൽ ബാറ്റ്സ്മാൻ ഇങ്ങനത്തെ ടൈപ്പുള്ള പ്ലെയർ ആണ്, ഇത് വെച്ച് ആണ് നമ്മൾ തീരുമാനിക്കുന്നത്. ചിലപ്പോൾ കവറിലായിരിക്കും, അല്ലെങ്കിൽ പോയിന്റ് ആയിരിക്കും, കവർ പോയിന്റ് ഏരിയ ആയിരിക്കും. അപ്പൊ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഫീൽഡേഴ്സിനെ നമ്മൾ അവിടെ കൊണ്ടുവരാനാണ് നോക്കുന്നത്. നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ഫീൽഡേഴ്സിനെ ഡിഫറൻസ് പൊസിഷന് വേണ്ടി നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യണം ട്രെയിനിങ്ങിൽ. കവർ ഫീൽഡറിന്റെ ട്രെയിനിങ് ഡിഫറെന്റ് ആണ്, പോയിന്റിലെ ഫീൽഡർ ട്രെയിനിങ് ഡിഫറെന്റ് ആണ്, മിഡ് ഓഫിലായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്ന ട്രെയിനിങ് എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ഒരു ഫീൽഡറുടെ ക്യാച്ചിങ് റേഡിയസും ഫീൽഡിംഗ് റേഡിയസും ഇംപ്രൂവ് ആവുമ്പോൾ ഫീൽഡിന്റെ അകത്തുള്ള ഗ്യാപ്പുകൾ വളരെയധികം കുറയും. ഇതാണ് ഫീൽഡ് സെറ്റിങ്ങിന്റെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണം, തിയറി ഓഫ് ഫീൽഡ് സെറ്റിംഗ് എന്ന് ഞാൻ ഉദ്ദേശിച്ചു. ഇതാണ് ഒരു എക്സാമ്പിള്. ഇത് നമ്മൾ എങ്ങനെയാണ് ഒരു ടീമിന്റെ അകത്തുള്ള പ്ലേയേഴ്സിനെ എങ്ങനെയാണ് സ്പെഷ്യലൈസ് ചെയ്യണമെന്നും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നുള്ള, ഇത് ഞാൻ ഇന്ത്യൻ ടീമിനോട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ ഉള്ള കുറച്ച് പ്ലേയേഴ്സിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ആദ്യം മിത്താലി രാജ് സ്പെഷ്യലൈസേഷൻ എന്താണ്, ടോപ്പ് ഓർഡർ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആണ്. സ്ട്രെങ്ത് ആണ്, എന്താണ്, സേഫ് ആയിട്ടുള്ള ക്യാച്ചറാണ്. പക്ഷെ വീക്ക്നെസ് എന്താണ് ഞാൻ കണ്ടത്, അജിലിറ്റി ഇല്ല, ത്രോയിങ്ങിനുള്ള കഴിവ് കുറവായിരുന്നു. എന്നാൽ ത്രോയിങ് അവർക്ക് പവർ കുറവായിരുന്നു, സ്പീഡും ഡൈവിങ്ങും. അപ്പൊ സജസ്റ്റഡ് ആയിട്ട് ഫീൽഡ് പൊസിഷൻ ഏതാണ് നമ്മൾ കൊടുക്കുന്നത്, മിഡ് ഓണും മിഡ് ഓഫും ആണ്. ആക്ഷൻ പ്ലാൻ, റിയാക്ഷൻ ഡ്രിൽസ്, ഇന്നർ സർക്കിൾ ഫീൽഡ് ഡ്രിൽസ്, ത്രോയിങ് പ്രോഗ്രാമും ഡൈവിംഗ് ഡ്രിൽസും. അതേസമയം ഇതിൽ വേദാകൃഷ്ണമൂർത്തി മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ, സേഫ് ക്യാച്ചർ ആണ്, ഗുഡ് മൂവർ ആണ്. വീക്ക്നെസ് ആയിട്ട് കണ്ടിട്ടുള്ളത് കാഷ്വൽ ആകാൻ ചാൻസ് ഉണ്ട്, ത്രോയിങ്ങിന് സ്ട്രെങ്ത് ഇല്ല, എവിടെ വേണോ ഫീൽഡ് ചെയ്യാൻ പറ്റും. ഷീ വാസ് എ ബ്രില്യൻറ്റ് ഫീൽഡർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് വേണ്ടി പ്രോഗ്രാം ഉണ്ടാക്കിയിരുന്ന പ്രഷർ ട്രെയിനിങ് പ്രോഗ്രാം, ത്രോയിങ് ആക്യുറസി ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ജെമിമ റോഡ്രിക്സ് ഇന്ന് വേൾഡ് ക്രിക്കറ്റിലുള്ള വൺ ഓഫ് ദ ബെറ്റർ ഫീൽഡേഴ്സ് ആണ്, സേഫ് ക്യാച്ചർ, ത്രോയിങ് സ്കില്ലും ആക്യുറസിയും കുറവായിരുന്നു. സജസ്റ്റ് ഫീൽഡ് പൊസിഷൻ എവിടെയാണ്. അപ്പം നമ്മൾ ഇവർക്ക് ഉണ്ടാക്കിയിരുന്ന ജെമിമയ്ക്ക് ഉണ്ടാക്കുന്ന ഫീൽഡിംഗ് പ്രോഗ്രാം ബേസിക്കലി ഇറ്റ് വാസ് അറൌണ്ട് ത്രോയിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതായിരുന്നു. ഒരു ഫീൽഡിംഗ് സെഷൻ നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യും? ഒരു ഫീൽഡിംഗ് സെഷൻ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാണ്, ഈ സെഷനെ കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കണം എന്നുള്ളത്.
പിന്നെ അതിനൊരു ആക്ഷൻ പ്ലാൻ നമ്മൾ എഴുതി ഉണ്ടാക്കും. എന്നുവെച്ചാൽ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഡ്രിൽ അല്ലെങ്കിൽ വിത്ത് ഒബ്ജക്റ്റീവ്. ഇപ്പൊ എനിക്ക് അണ്ടർ ത്രോ ആണെങ്കിൽ അണ്ടർ ത്രോ ഇതൊരു ടീച്ചിങ് സെഷൻ ആണോ അതൊരു ട്രെയിനിങ് സെഷൻ ആണോ എന്നുള്ള ആദ്യം നോക്കും. ടീച്ചിങ് സെഷൻ ആണെങ്കിൽ ഒരു ബിഗിനറിന്റെ അടുത്താണ് ഈ സ്കില്ല് നമ്മൾ പഠിപ്പിക്കുകയാണ്. ട്രെയിനിങ് സെഷനിലാണെങ്കിൽ ഒരു മാച്ചിലേക്ക് വേണ്ടിയാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ ആക്ഷൻ പ്ലാൻ എഴുതി ഉണ്ടാക്കുക, ഒരു ഡ്രില്ല് അല്ലെ ഒരു ആക്ടിവിറ്റി. മൂന്നാമത്തെ വി ഗോയിങ് ടു ആക്ച്വൽ സെഷൻ. ഈ സെഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ അതിന്റെ ഔട്ട്കം കുട്ടിയായിട്ടൊരു ഫീഡ്ബാക്കിന് ശേഷം നമ്മൾ റീതിങ്ക് ചെയ്യും, ഇത് എങ്ങനെയായിരുന്നു, ഈ ചെയ്ത് എഫക്റ്റീവ് ആയിരുന്നു. നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂന്നും ഈ പ്ലെയറുടെ പോയിന്റ് ഓഫ് വ്യൂവിന് ശേഷം വി ഹാവ് എ ഫീഡ്ബാക്ക് ആൻഡ് ശേഷം വി റീതിങ്ക് ദ പ്ലാൻ. ഒരു ടെക്നിക്ക് നമ്മൾ എങ്ങനെ ബിൽഡ് ചെയ്യും? നമ്മൾ ഈ ഫീൽഡിംഗ് സെഷന് ഒരു ബിഗിനറിനാണെങ്കിൽ നമ്മൾ ട്രെയിനിങ് സെഷൻ എങ്ങനെ ബിൽഡ് ചെയ്യും? അപ്പൊ സിമ്പിൾ ടു കോംപ്ലക്സ് ടു മാച്ച് സിമുലേഷൻ ടു കോമ്പറ്റീഷൻ, അണ്ടർ ത്രോ ഒരു സ്കില്ല്, ഒരു പർട്ടിക്കുലർ സ്കില്ല് നമ്മൾക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും? ഒന്ന് സ്റ്റേഷനറി ബോൾ ചെയ്യുന്നു, സ്റ്റാർട്ട് ഫ്രം സ്റ്റാൻഡിംഗ് പൊസിഷൻ, ഫോക്കസ് ഓൺ ടെക്നിക്ക്. അപ്പൊ നമുക്ക് അണ്ടർ ബോയിൽ ബേസിക്കലി നമുക്ക് ടെക്നിക്ക് അറിയാം. നമ്മുടെ ലെവൽ 1 നോട്ടിലാണെങ്കിൽ ലെവൽ 2 നോട്ടിലായിട്ടുള്ളൊക്കെ പല പ്രാവശ്യം എംഫസിസ് ഉള്ളതായിരുന്നു. എൽബോ ബെൻഡ് ചെയ്യല്, പിക്കപ്പ് ക്ലോസ് ടു ത്രോ, ഈ ഇന്ന കാലിന്റെ ഫ്രണ്ടിലാണ്, ഇൻസൈഡ് ആണോ ഔട്ട് സൈഡ് ആണോ, ഇതെല്ലാം കാര്യങ്ങൾ. രണ്ടാമത് എന്ത് പറ്റും? സ്റ്റേഷനറി ബോൾ. എഗെയിൻ ബോൾ മൂവ്മെന്റ് അല്ല, നമ്മൾ വാക്ക് ചെയ്ത് പിക്ക് ചെയ്ത് ത്രോ ചെയ്യുന്നു. അപ്പൊ നമ്മൾ എവിടെയാണ് എയിം ചെയ്യുന്നത്? സ്റ്റമ്മിന്റെ ബേസിലാണോ എയിം ചെയ്യുന്നത്, സ്റ്റമ്മിന്റെ മിഡ് പാർട്ടിലാണോ, സ്റ്റമ്മിന്റെ മേളിലാണോ? ഈ ഒരു കാര്യങ്ങളിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. തേർഡ് വി കം ടു റോൾ ബോൾ. ഒരു ബോൾ പതുക്കെ ഉരുട്ടി കൊടുത്തിട്ട് ഫീൽഡർ ഓടി വന്ന് പിക്ക് ചെയ്ത് ടെക്നിക്കൽ ഫോക്കസ് ചെയ്ത് തന്നെ എറിയുന്നു. ഈ സമയത്ത് ദെൻ വി ഗോ ഇൻ ടു കറക്ഷൻ ഫേസ്. ഇവിടെ നമ്മൾ വി ഫൈൻഡ് ഔട്ട് വെദർ ടെക്നിക് ഈസ് കറക്റ്റ്. ആ കറക്ഷന്റെ കൂടെ നമുക്ക് കൺസ്ട്രെയിൻസ്, ഒരു റോപ്പ് വെക്കാം, റോപ്പിന്റെ അടിയിൽ കൂടെ ത്രോ ചെയ്യുക, അല്ലെ ചെയറിന്റെ അടിയിൽ കൂടെ. ദിസ് വിൽ മേക്ക് ഷുവർ ദാറ്റ് യുവർ ടെക്നിക് ഈസ് പെർഫെക്റ്റ്. അതിനുശേഷം വി കം ടു ഹിറ്റ് ബോൾ. ആക്ച്വൽ ആയിട്ട് ഒരു ബോൾ നമ്മൾ ഹിറ്റ് ചെയ്തിട്ട് ഫീൽഡർ മാച്ച് ഇന്റൻസിറ്റി പിക്ക് ചെയ്തിട്ട് സ്റ്റമ്പിലേക്ക് ത്രോ ചെയ്യുന്നു. ഇതും കഴിഞ്ഞ ശേഷമാണ് നമ്മൾ കോമ്പറ്റീഷൻ. ഒരു കോമ്പറ്റീഷൻ എപ്പോഴും ഒരു സെഷന്റെ അവസാനം ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, ഞാൻ അയാളെക്കാട്ടിലും ബെറ്റർ ആണോ, ഞാൻ ഇയാളെക്കാട്ടിലും ബെറ്റർ ആണോ. അപ്പൊ ഇപ്പൊ എല്ലായിടത്തും കമ്പീറ്റ് ചെയ്യുന്ന ഇതുള്ളത് ഇറ്റ് ബ്രിങ്സ് എൻ എലിമെന്റ് ഓഫ് ജോയ് ആൻഡ് ഫൺ ഇൻ ടു എ സെഷൻ. രണ്ട് ടീമായി ഡിവൈഡ് ചെയ്യുക. സ്റ്റേഷനറി ബോൾ ആവും, റോൾഡ് ബോൾ ആവും, ഹിറ്റ് ബോൾ ആവും. പിന്നെ ഈ അണ്ടർ ത്രോയുടെ തന്നെ നമ്മൾ ടെക്നിക്ക് അഡ്വാൻസ് ചെയ്യുമ്പോൾ ത്രോ ചെയ്തിട്ട് ഡൈവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് കോമ്പറ്റീഷൻ ഇൻവോൾവ് ചെയ്താണ് നമ്മൾ ഒരു ടെക്നിക്കിനെ ബിൽഡ് ചെയ്യുന്നത്. ക്യാച്ചിങ് ടെക്നിക്ക് നമ്മൾ എങ്ങനെ ബിൽഡ് ചെയ്യാം? ഇപ്പൊ ത്രോയിങ് ടെക്നിക്കിനോട് സംസാരിച്ചു. ഈ ഒരു സ്ലൈഡ് ദയവ് ചെയ്ത് വളരെ ഫോക്കസ് ചെയ്ത് ശ്രദ്ധിക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോഡേൺ ഡേ ഫീൽഡർ ഈസ് എ വിക്കറ്റ് ടേക്കിംഗ് അത്ലറ്റ് ആൻഡ് ഈസ് ദെയർ ടു ഇൻഫ്ലുവൻസ് ദ ഗെയിം. കഴിഞ്ഞാൽ ഇന്ന് ഒരു ഫീൽഡർ ഒരു നല്ലൊരു റൺഔട്ട് അല്ലെ ഒരു ക്യാച്ച് കൊണ്ട് ഒരു മാച്ചിനെ തിരിക്കാൻ പറ്റും. Catching is used to stop boundaries, create a run out or dismiss someone with a catch. ഇതിന്റെ ഇടയിൽ ഒരു ഫുൾ കോമ വന്നിട്ടില്ല. ഡൈവിംഗ് ആണെങ്കിലും ക്യാച്ചിങ്ങിലാണെങ്കിലും ഡൈവിംഗ് നമ്മൾ ബൗണ്ടറി സ്റ്റോപ്പ് ചെയ്യുന്നു, റൺഔട്ട് വരുന്നു, ഒരു ഡിസ്മിസ് ചെയ്യാനായിട്ട് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഒരു ക്യാച്ച് മാച്ചിനെ തിരിക്കും. നമ്മൾ എങ്ങനെയാണ് ഒരു ഡൈവിംഗ് ടെക്നിക്ക് ബിൽഡ് ചെയ്യുന്നുള്ളത്? ക്യാച്ചിങ് ടെക്നിക്ക് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഡൈവിംഗ് ക്യാച്ചസിന്റെ ടെക്നിക്കാണ് ഇവിടെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് സ്റ്റെപ്പ്, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐസ് ലെവൽ, ഫീൽഡ് ഷോൾഡർ വിത്ത് ഇൻ ടു ഡൈനാമിക് പൊസിഷൻ. നമ്മളൊരു ഫുട്ബോൾ ഗോൾ കീപ്പർ അല്ലെങ്കിൽ ഒരു ടെന്നീസിൽ ഒരു അത്ലറ്റ് റിസീവ് ചെയ്യാൻ എങ്ങനെ നിൽക്കുന്നത്? അപ്പം ബോഡി വെയിറ്റ് ഉണ്ടോ, ബോൾ ഓഫ് ദ ഫീറ്റ്, നിങ്ങൾക്ക് രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഡൈവിംഗ് ടെക്നിക്ക് നമ്മൾ പഠിക്കുമ്പോഴും മനസ്സിന്റെ അകത്ത് വ്യക്തമായ ഒരു കാര്യമുണ്ട്, നമ്മൾ പെർഫെക്റ്റ് പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഡൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. Dive should be a last resort. Fielder should lead with head and hands. Go with 2 hands first, then leading into a 1 hand stretch second. രണ്ട് കൈ കൊണ്ട് തന്നെ ക്യാച്ച് എടുക്കാൻ നോക്കുക. അത് എത്തിയില്ലെങ്കിൽ മാത്രമേ ഒരു കൈ കൊണ്ട് സ്ട്രെച്ച് ചെയ്ത് ക്യാച്ച് എടുക്കാനുള്ളൂ. ഡൈവിംഗ് ഫ്ലാറ്റ് ആൻഡ് ഔട്ട് മീൻസ് ഒരിക്കലും മേളിലേക്കല്ല, ബോഡിയുടെ പൊസിഷൻ, ബോഡിയുടെ ഡൈവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രണ്ടിലേക്കും ബോളിന്റെ അടുത്തേക്കുമാണ് പോകുന്നത്. റോളിംഗ് ആണെങ്കിൽ യു ഷുഡ് ഓൾവേസ് റോൾ ഓൺ ദ ഷോൾഡേഴ്സ് ആൻഡ് ബോഡി ടു ഹെൽപ്പ് avoid the ball slipping out and to minimize injuries. ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വി ഗോയിങ് ടു റോളിംഗ് ടെക്നിക് ടു ഫിനിഷ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ജെമിമ റോഡ്രിക്സ് ലോ ഡൈവിംഗ് ക്യാച്ചസും റോളിംഗ് ടെക്നിക്കും എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്ക ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഓഡിയോ മ്യൂസിക് ഇല്ല. Technique, please watch the technique. She keeps low,
ആദ്യത്തെ സ്റ്റെപ്പ് നോക്കിയാൽ സ്പ്ലിറ്റ് സ്റ്റെപ്പ് മൂവിങ് റോളിംഗ് ഡൗൺ. എങ്ങനെയാണ് പറഞ്ഞത്? ഫ്രണ്ടിലേക്ക് 2 കൈ കൊണ്ടാണ് ക്യാച്ചിലേക്ക് പോകുന്നത്. വാച്ച് സ്റ്റെപ്പ് ചെയ്ത് കണ്ട സ്പ്ലിറ്റ് സ്റ്റെപ്പ് ഗോസ് ടു എ ബോൾ, റൈറ്റ്? ഇനി വളരെ ഇതേപോലെ തന്നെ ഇപ്പൊ T20 വൺ ഡേ ക്രിക്കറ്റിൽ ലൈനിലെ ക്യാച്ചസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഞാൻ ആദ്യം ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. മെഡിക്കൽ ഗ്രൗണ്ടിൽ തന്നെയാണ് ഇപ്പൊ അണ്ടർ-16 സ്റ്റേറ്റ് കളിക്കുന്ന അഭിഷേക് നായർ അവൻ ക്യാച്ച് എടുക്കുന്നതാണ്. ഹൈ ക്യാച്ച്, ലൈനിലുള്ള ഹൈ ക്യാച്ചസ് എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്? ഇതിൽ കോച്ചിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് ലൈൻ ക്രോസ് ചെയ്യുന്ന രീതി തന്നെ ക്യാച്ച് 100% അടിച്ചിരിക്കണം. നമ്മുടെ ഇതിലുള്ള ടെക്നിക്കൽ പോയിന്റ്സ് എന്താണ് ശ്രദ്ധിക്കാനുള്ളത്? ആസ് ഫാർ ആസ് പോസിബിൾ ദ ക്യാച്ച് ഷുഡ് ലാൻഡ് ഓൺ സ്ട്രോങ്ങർ ലെഗ്. റൈറ്റ് ലെഗ് ആണോ ലെഫ്റ്റ് ലെഗ് ആണോ സ്ട്രോങ് ആയിട്ടുള്ള ആ 2 കാലും ഒരേ ലൈനിൽ നമ്മൾ ലാൻഡ് ചെയ്ത ലൈൻ ക്യാച്ച്, പ്രത്യേകിച്ച് നമ്മുടെ തലയിലേക്ക് പുറയിലേക്ക് പോകുന്ന ക്യാച്ച് നമ്മൾ ട്രൈ ചെയ്ത് 2 കാലും ഒരേ ലൈനിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള കാല് പുറകിൽ പോയിട്ട് അതിലാണ് സ്റ്റെബിലൈസ് ചെയ്ത് നമ്മൾ തിരിച്ചു വരുന്നത്. ബട്ട് നമ്മൾ മാച്ചിൽ എന്ത് ചെയ്യുന്ന ആക്ച്വൽ പ്രാക്ടീസ് ടൈമിൽ വി ഹാവ് ടു പ്രാക്ടീസ് സ്റ്റെബിലൈസിങ് ആൻഡ് കീപ്പിംഗ് ബാലൻസ് ഓൺ ബോത്ത് ലെഗ്. 2 സൈഡിലും റൈറ്റ് ലെഗും ലെഫ്റ്റ് ലെഗും പുറകെ ഡ്രോപ്പ് ചെയ്ത് ക്യാച്ച് എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. ചില സമയത്ത് ക്യാച്ച് റോങ് സൈഡിലായിരിക്കും വരുന്നത്. ഇതിന്റെ ഈ നെക്സ്റ്റ് ഒരു വീഡിയോ ഇതേപോലെ ജെമിമ റോഡ്രിക്സ് ഞാൻ കണ്ടുള്ള വിമൻ ക്രിക്കറ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാച്ചസ് ടേക്കൺ ഓൺ ദ ലൈൻ. അതിൽ നമ്മൾ ക്യാച്ചിനെ നോക്കണ്ട, നമ്മൾ അതിലെ ടെക്നിക്കൽ പോയിന്റ്സ് വാച്ച് ചെയ്യുക. എത്ര സ്ട്രെച്ചിൽ ചെയ്താണ് ക്യാച്ച് എടുക്കുന്നതും അത് ലാൻഡ് ചെയ്യാൻ നേരത്ത് ഏത് കാല് പുറകെ പോകണം എന്നുള്ള ശ്രദ്ധിക്കുക. ഇത് ഞാൻ ആദ്യം പറഞ്ഞ ഫോട്ടോ ആണ്. അഭിഷേക് നായർ ക്യാച്ച് എടുക്കുന്ന ഫോട്ടോ ആണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കാം, ഫുൾ സ്ട്രെച്ചിലാണ്, തലയുടെ മേളിലാണ്.
Now we can ഓക്കെ. see. ഫീൽഡിംഗ് കിറ്റ് ഇത് എന്റെ ഫീൽഡിംഗ് കിറ്റാണ്. എന്റെ കയ്യിലുള്ള സാധനങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു തടി കൊണ്ട് ഡെഫിനറ്റ്ലി വുഡൻ ബാറ്റും വേണം, സ്കയർ ബാറ്റും വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്ലേയേഴ്സിനോട് സംസാരിക്കുമ്പോൾ ബിജു, can we start from the previous? കാരണം കുറച്ച് പേര് ഒരു 2 സ്ക്രീൻ മിസ് ചെയ്തു. അതൊട്ട് തുടങ്ങിയാൽ പിന്നെയും കണ്ടിന്യൂ ചെയ്യാം. If it's good now, it's very good. ഇതിന്റെ തൊട്ടുമുമ്പ് സ്ക്രീൻ, ഇത് തൊട്ടുമുമ്പ് സ്ക്രീൻ. ഓക്കെ, എന്റെ ടോട്ടൽ നമ്മൾ സ്ക്രീൻ തുടങ്ങിയ എല്ലാവർക്കും കാണാം. ഇനി ആരും പ്രസന്റ് ചെയ്യല്ല. ഇത് പ്രീ മാച്ച് റുട്ടീനെ കുറിച്ചാണ് ഞാൻ ഇതിൽ ഈ സ്ക്രീനിൽ വരുന്ന വേർഡ്സ്. ഇറ്റ്സ് ഇൻ എ ഡേയ്സ് മാച്ചിലും T20 50 ഓവറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള. ഡേയ്സ് മാച്ചിലെ റുട്ടീൻ നമ്മൾ എന്താണ്, അന്നത്തെ ദിവസം ബാറ്റിംഗ് ആണോ ബൗളിംഗ് അതിനെ തന്നെ ഡിപ്പെൻഡ് ആയിരിക്കും. പക്ഷെ ദയവ് ചെയ്ത് എന്ത് ഇത് ബാറ്റിംഗ് ആണെങ്കിലും ബൗളിംഗ് ആണെങ്കിലും കുറച്ച് ഫീൽഡ് ഇന്നിങ്സ് വാം റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. T20 50 ഓവേഴ്സിലാണെങ്കിൽ 2 ഗ്രൂപ്പ്, നമ്മൾ 3 സപ്പോർട്ട് സ്റ്റാഫ് 3 പേരും ഫീൽഡിംഗ് കൊടുക്കാനായിട്ട് തയ്യാറാണെങ്കിൽ 3 ആണെങ്കിലും കുഴപ്പമില്ല. അന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ മാച്ച് ഡേയിലുള്ള ഡ്രിൽസ് വളരെ സിമ്പിൾ ആയിരിക്കണം. കോംപ്ലക്സ് ആയിട്ടുള്ള ഡ്രിൽസ്, ഒരുപാട് മൂവ്മെന്റ്, അതിനെ കുറിച്ചൊന്നും വരില്ല. 3ഉം 4ഉം ത്രോസിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ടീം ഡ്രില്ല് കഴിഞ്ഞു കഴിഞ്ഞാൽ ബൗളേഴ്സ് സ്പെസിഫിക് ആയിട്ടുള്ള അവരുടെ ബൗളിംഗ് വാമപ്പിന് പോകുന്ന സമയത്ത് ഫീൽഡിംഗ് കോച്ച് കീപ്പറിനെ സ്ലിപ്സിനെ അവരുടെ റുട്ടീനിലേക്ക് നടത്തും. നെക്സ്റ്റ്, ഫീൽഡിംഗ് കോച്ചിന്റെ ടൂൾ കിറ്റ്. തടി ബാറ്റ് മസ്റ്റ് ആണ്. സ്കയർ ആണ്, എളുപ്പമാണ്, നമ്മുടെ ഷോൾഡറിന് വലിയ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞാലും തടി ബാറ്റ് ആവശ്യമെന്ന് വെച്ചാൽ പലരും ഓഡിയബിൾ ആയിട്ടുള്ള ക്യൂസ് ഒരു ഫീൽഡറിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സൗണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കയർ ഉപയോഗിക്കുക, മറ്റേ ഉപയോഗിക്കുക. ബേസ്ബോൾ മിറ്റ് വളരെ ആവശ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കീപ്പർ ഇല്ല, നമുക്ക് കീപ്പർ ബൗളേഴ്സിന്റെ കൂടെ അവരുടെ റുട്ടീനിലാണെങ്കിൽ നമുക്ക് ഫീൽഡിംഗ് റുട്ടീൻ പോകണമെന്നുണ്ടെങ്കിൽ ബേസ്ബോൾ വിറ്റ് വെച്ച് ക്യാച്ച് പിടിച്ച് വളരെ പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലൗസ് ഷുവറായിട്ട് നമ്മൾ ഒരു മണിക്കൂറിന്റെ 2 മണിക്കൂറിന്റെ ഫീൽഡിംഗ് സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാമ്പ് സ്വെറ്റ് ആയിരിക്കും. സ്വെറ്റ് ആവുന്ന സമയത്ത് ബാറ്റ് നമ്മുടെ കയ്യിൽ സ്ലിപ്പ് ആവും. അപ്പൊ നമ്മുടെ കൊടുക്കുന്ന ബോളിനുള്ള ആക്യുറസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ റോബോ ആം നമ്മൾ കീപ്പറെ ട്രെയിൻ ചെയ്യാനാണ് റോബോ ആം ബേസിക്കലി ഫീൽഡിംഗ് കോച്ച് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോൾസ് മേളിൽ കാണിച്ചിട്ടുള്ളതിലാണെങ്കിൽ പ്ലാസ്റ്റിക് ബോള്, ബേസ് ബോള്, വൈറ്റ് ബോള്, റെഡ് ക്രിക്കറ്റ് ബോള്, ഹാർഡ് ടെന്നീസ് ബോള്, സോഫ്റ്റ് ടെന്നീസ് ബോള്. നടുക്കത്തെ ഇതിൽ ശ്രദ്ധിക്കുക, ഇത് ഹെവി ബോൾ എന്ന് പറയും. ഇത് പല വെയിറ്റിൽ നമുക്ക് കിട്ടും. ടാപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കണ്ടീഷനിങ് ബോൾസ് ഉണ്ട്. അത് 4 ഔൺസ് തൊട്ട് മേളിലേക്ക് പോകും. പല വെയിറ്റ് ഉള്ളതാണ്. ഇത് ബാറ്റിങ്ങിന് ഉപയോഗിക്കാം, ബൗളിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്, ഫീൽഡിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഏറ്റവും താഴത്തെ ഇത് ഫ്ലെക്സി സ്റ്റമ്പ്. പണ്ട് നമ്മൾ 3 സ്റ്റമ്പ് യൂസ് ചെയ്യും, അല്ലെ ചെറിയ സ്റ്റമ്പ് വലിയ സ്റ്റമ്പായിട്ട് യൂസ് ചെയ്യും. ഇപ്പൊ വരുന്ന ലിവറേജ് എന്ന കമ്പനിയുടെ ഈ സ്റ്റമ്പിന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിസ്മാൻഡിൽ ചെയ്യാം. ഇത് 2 പീസ് ആകുമ്പോൾ ഒന്ന് ഷോർട്ട് സ്റ്റമ്പ് ആവും. അതിൽ ഫിൻസ് പോലെ പ്രൊജക്ട് ചെയ്യുന്നതുകൊണ്ട് കീപ്പേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഈ മേളത്തെ ഇത് കീപ്പേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ സ്ലിപ്പ് ഫീൽഡേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള എഡ്ജ് ബാറ്റ് ആണ്. രണ്ടാമതുള്ള സ്ലിപ്പ് ബോർഡാണ്, ക്യാച്ചിങ് പ്രാക്ടീസിന് ക്യാച്ചിറ്റ് എന്ന് പറയും. പഗ്നെറ്റ് ആണ്. ഏറ്റവും താഴത്തെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആസ് എ ഫീൽഡിംഗ് കോച്ച് ഡെഫിനറ്റ്ലി യു ഷുഡ് ഹാവ് എ ഹെൽമെറ്റ് ഓഫ് യുവർ ഓൺ. ഇല്ലെ സ്ലിപ്പ് ക്യാച്ചസ്, ഇതിനുമ്പോൾ വി ആർ ഓൾവേസ് ഇൻ ദ ഫയറിംഗ് റേഞ്ച്. എപ്പോഴും നമുക്ക് എറിയുള്ളാൻ ചാൻസ് ഉള്ളതാണ്. ഇതില് ഇനി നെക്സ്റ്റ് കുറെ ടോപ്പ് ലെവലിൽ കളിച്ചിട്ടുള്ള പ്ലേയേഴ്സ് അവരുടെ ഫീൽഡിംഗ് സെഷനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അവർ ഓഡിയോ വരുമെന്ന് ഞാനൊരു ഫീൽഡിംഗ് സെഷൻ ചെല്ലുമ്പോൾ ഐ എക്സ്പെക്ട് ഒരു 20 to 40 minutes ടൈം. സോ നമുക്കെല്ലാ ആ ഒരു 40 minutes നമുക്കെല്ലാം കവർ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ഡൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളായതുകൊണ്ട് എനിക്ക് കൂടുതലും ഡൈവിങ് ഡ്രിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിപ്പോൾ ഞാൻ നോർമലി ഫീൽഡ് ചെയ്യുന്നത് പോയിന്റ് ആൻഡ് കവേഴ്സിലാണ് എല്ലാ ഫോമാറ്റിലും സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ. അപ്പം എൻ്റെ അതിൽ അങ്ങനത്തെ ഡ്രിൽ ചെയ്യുവാണെങ്കിൽ ആ ഒരു ഡ്രിൽ എന്നെ ആ ഒരു ഫുൾ സെഷൻ എന്നെ ഓണാക്കും. ഞാൻ എല്ലാ സെഷനിലും 100% കൊടുക്കുന്ന ഒരു ആളാണ്. സോ അത് പിന്നെ ഒരു കോച്ചസിൻ്റെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന വേറൊരു കാര്യം നമ്മുടെ എല്ലാ ഫീൽഡിംഗ് സെഷനിലും നമ്മുടെ ഫീൽഡിങ്ങിൻ്റെ ബേസിക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബേസിക്സ് എല്ലാ സെഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബേസിക്സ് എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കും. അത് നമ്മളെപ്പോഴും ഹ്യൂമൻസ് നമുക്ക് എപ്പോഴും മറന്നു പോകുന്നൊരു ആളായതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. Morning, man. So I
just woke up. I just saw your message now. I think from a fielding session, I think fielding's meant to be fun. So whatever the exercise is, it should be fun. It should be interactive. It should also be challenging. I think, we should still be trying to teach whatever the basics are, but then there should be a point where the basics are being tested. An example would be maybe taking like one-handed diving catches. It would be maybe trying to pick up the ball one-handed while fielding it. But yeah, it should be teaching the basics, but also putting the basics under pressure. Fielding shouldn't be too long as well. Fielding shouldn't be too long. It doesn't have to be an hour type of session. I find those become boring, and you don't always reach the intended purpose of it. Like I said, the fielding must be fun. It must be fun, and it helps as well when the fielders have a good attitude towards the fielding. So Biju sir asked me to record a video about how to expect anything out of a fielding session. I would say that make your fielding session competitive. Try and go out there to enjoy the fielding session. Most importantly, try and compete with the best fielder in your group. Be in that group where you can challenge your best fielder and make the most out of the session. So this way you can improve each and every day. And once you reach that stage, you can have others, youngsters, to compete with you who are more challenging. And this is how you get the best out of fielding session. Once the session is over, just go out there and try and take few more catches or fielding or whatever you want to do. But do it because the extra thing that you do after the session, that's what counts. And as I talked about challenges, this is what challenge is all about. Doing something extra, which no one does. Hey guys, it's Colin Munro here. To me a fielding drill definitely has got to be bought in by all the players. All the players need to want to do the drill and make sure that everybody's engaged in the play, that there's no one standing around doing nothing. That just disengages the group, and part of fielding is just to bring the team together. So it's a great way to start off a session where everybody's engaged. There's a lot of noise, a lot of talk. It really brings the team together, and then they can go and do their individual skills. So it needs to be done at high intensity. There's no point in training your fielding at a low intensity, because when you get to the game situation and there's high intensity and there's something on that ball, then you can't perform it at the intensity that you want. So it needs to be done at match intensity. That's very important. And then again, it needs to be testing, not just balls hit straight at you. You got to be diving left and right, throwing off balance, making sure that you're doing all the skills rather than just running in a straight line, picking the ball up and throwing it straight. And to be honest, the coaches just need to know exactly what the guys are doing and making sure that they're doing the basics well, and just encouraging. So that's my 2 cents about a good fielding drill. No matter what it is, put your heart and soul into it, and that makes you get better at your fielding. Take care. So Biju sir asked me to record a video about how to expect anything out of a fielding session. I would say that make your fielding session competitive. Try and go out there to enjoy the fielding session. Most importantly, try and compete with the best fielder in your group. Be in that group where you can challenge your best fielder and make the most out of the session. So this way you can improve each and every day. And once you reach that stage, you can have others, youngsters, to compete with you who are more challenging. And this is how you get the best out of fielding session. Once the session is over, just go out there and try and take few more catches or fielding or whatever you want to do. But do it because the extra thing that you do after the session, that's what counts.
And yeah, as I talked about challenges, this is what challenge is all about: doing something extra which no one does.